ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. പുൽവാമ സംഭവത്തിന് പുതിയ ഒരു മാനം കൂടി വരുന്നു. രണ്ട് രാജ്യങ്ങളാണ് മുഖാമുഖം വരുന്നത് പുൽവാമ സംഭവവുമായി ബന്ധിപ്പിച്ച്, ഇന്ത്യയും പാകിസ്ഥാനും. ആ ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള അവസ്ഥ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്നില്ല, പക്ഷേ ഒരു പരോക്ഷ യുദ്ധത്തിലേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ സ്പഷ്ടമായ സൂചകങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു. ഇതപര്യന്തം പാകിസ്ഥാന് പങ്കിട്ടിരുന്ന ജലവിഭവം ഇനി പങ്കിടാൻ പോകുന്നില്ല എന്ന് ജലമന്ത്രി നിതിൻ ഗഡ്കരി ഒരു ട്വീറ്റിലൂടെ വ്യക്തമാക്കിയ വാർത്തയാണ് ഇന്ന് പത്രലോകം നമുക്ക് തരുന്ന പുൽവാമയുമായി ബന്ധിപ്പിച്ച ഏറ്റവും പുതിയ വാർത്ത. സിറാജ് എന്ന പത്രം അത് ലീഡ് വാർത്തയാക്കുകയും ചെയ്തിരിക്കുന്നു. പാകിസ്ഥാനോട് നിലപാട് കടുപ്പിച്ച് ഇന്ത്യ നദീജലം പങ്കിടില്ല. ജലം ജമ്മു കാശ്മീർ പഞ്ചാബ് സംസ്ഥാനങ്ങൾക്ക് ആയി തിരിച്ചുവിടും. ഒരു വശത്തേക്ക് ജമ്മുവിലേക്കും മറുവശത്ത് പഞ്ചാബിലേക്കും ആ ജലം തിരിച്ചുവിടും. പാകിസ്ഥാൻകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജലം. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി നദീജലം പങ്കുവയ്ക്കുന്നത് നിർത്തിവെക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. കേന്ദ്ര ജലമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളുടെ ദിശ ജമ്മു കാശ്മീരിലെയും പഞ്ചാബിലെയും ജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം മാറ്റാനാണ് ഗഡ്കരി തീരുമാനിച്ചിരിക്കുന്നത്. സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് പൂർണ്ണ നിയന്ത്രണമുള്ള 3 നദികളിലെ ജലം പാകിസ്ഥാനുമായി പങ്കുവെക്കുന്നതാണ് ഇന്ത്യ നിർത്തിവെക്കുക. 1960 കരാർ പ്രകാരം അതിർത്തി കടന്ന് ഒഴുകുന്ന 6 നദികളിൽ രവി, ബിയാസ്, സത്ലജ് എന്നിവയുടെ നിയന്ത്രണമാണ് ഇന്ത്യക്കുള്ളത്. ശേഷിക്കുന്ന ജലം, ചിനാബ്, സിന്ധു നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനാണ്. രവി, ബിയാസ്, സത്ലജ് നദികളിലെ ജലം യമുന നദിയിലേക്ക് വഴിതിരിച്ചു വിടാനാണ് ഇപ്പോൾ ഇന്ത്യ ആലോചിക്കുന്നത്. അത്തരമൊരു ആലോചന അടിയന്തരമായി തീർന്നത് നാം നേരത്തെ സൂചിപ്പിച്ചതുമാതിരി തന്നെ പുൽവാമ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം. അതാണ് ഇതുമായി പറഞ്ഞു കേൾക്കുന്ന സംഭവമെങ്കിൽ ഇപ്പോൾ ഗഡ്കരി പ്രഖ്യാപിച്ച ട്വീറ്റ്, അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ആ ട്വീറ്റ്, അദ്ദേഹം അവതരിപ്പിച്ച ആ ട്വീറ്റ് പുതിയ ഒരു കാര്യമാണോ? അതേ സംബന്ധിച്ചും വാർത്ത സിറാജ് തരുന്നുണ്ട്. ഇന്ന് എല്ലാ പത്രങ്ങളും വളരെ ഗൗരവതരമായ ഒരു വാർത്തയായി ഈ നദീജലം പങ്കിടില്ല എന്ന നിലപാട് വാർത്തയാക്കുമ്പോൾ ഇതൊരു പഴയ വാർത്തയാണ് എന്ന വസ്തുത സിറാജ് നമുക്ക് തരുന്നു. ഇതൊരു പുതിയ കാര്യമല്ല. സത്യത്തിൽ ഇതിന് വാർത്താ പ്രാധാന്യം ഇപ്പോൾ വന്നിരിക്കുന്നത്, ഈ ട്വീറ്റ് ഇപ്പോൾ അടിയന്തിരമായി തീർന്നിരിക്കുന്നത് പുൽവാമയുമായി ബന്ധിപ്പിച്ചാണ്. പക്ഷേ ഈ തീരുമാനം മുമ്പേ എടുത്തു കഴിഞ്ഞതും പ്രയോഗത്തിലിരിക്കുന്നതുമാണ്. പിന്നെ എന്തിനായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് പത്രങ്ങൾ പ്രഖ്യാപിച്ചത്? സത്യത്തിൽ പഴയ ട്വീറ്റ് റീട്വീറ്റ് ചെയ്യുകയായിരുന്നു, ഒരിക്കൽ കൂടി ട്വീറ്റ് ചെയ്യുകയായിരുന്നു ഗഡ്കരി ചെയ്യുന്നത്. അതാകട്ടെ ഈ പൊതു പശ്ചാത്തലത്തിൽ മാത്രമാണ്. അതായത് മുമ്പ് നടപ്പാക്കിക്കൊണ്ടിരുന്ന കാര്യം ഇപ്പോൾ നടപ്പാക്കുന്നു എന്ന് പറയുന്നു എന്ന് മാത്രം. അത് സിറാജ് തരുന്നത് കാണുക. ഗഡ്കരി പ്രഖ്യാപിച്ചത് പുതിയ തീരുമാനമല്ലെന്നും മുമ്പ് പറഞ്ഞത് റീട്വീറ്റ് ചെയ്തതാണെന്നും വാട്ടർ റിസോഴ്സസ് റീഡെവലപ്മെന്റ് ഗംഗാ പുനരുദ്ധാരണ മന്ത്രാലയ AD നീത പ്രസാദ് പറഞ്ഞു. 1960 സിന്ധു നദീജല കരാർ പ്രകാരം പോഷക നദികളായ രവി, സത്ലജ്, ബിയാസ് എന്നിവയിലെ 93.94% ജലം മാത്രമാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. ബാക്കി പാകിസ്ഥാനിലേക്ക് ഒഴുകിപ്പോവുകയാണെന്നും കേന്ദ്ര ജല മന്ത്രാലയം വ്യക്തമാക്കുന്നു. ആ നിലയ്ക്ക് പോകുന്ന 6% ജലത്തിൻ്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഗൗരവതരമായ ഒരു കാര്യമാണെന്ന് പറയാനും വയ്യ. അത് ഒരു വലിയ അളവ് ജലമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. പക്ഷേ യുദ്ധാന്തരീക്ഷം വരുമ്പോൾ, ഒരു പ്രത്യേക പ്രശ്നത്തിൽ 2 രാജ്യങ്ങൾക്കിടയിൽ തർക്കങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വലിയവായി അവതരിപ്പിക്കുക എന്നൊരു രീതിയുണ്ട്. പാകിസ്ഥാനെതിരായി വരുന്ന ഏത് വാർത്തയും വൻതോതിൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു ചന്ത, വാർത്തയുടെ ഒരു ചന്ത ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് കൊണ്ട്
പഴയ തീരുമാനം ഒരിക്കൽ കൂടി മിനുക്കി അവതരിപ്പിച്ച് അതൊരു വലിയ കാര്യമായി പറയുകയാണോ ചെയ്യുന്നത് എന്നും നാം ആലോചിക്കുന്നത് നല്ലതായിരിക്കും. മുന്നേ എടുത്തൊരു തീരുമാനം ഒരിക്കൽ കൂടി ട്വീറ്റ് ചെയ്താൽ അത് പുതിയ തീരുമാനം ആകില്ല. ഏതായാലും മുൻപ് 7% ജലം ഈ 3 നദികളിൽ നിന്ന് പാകിസ്ഥാൻ ലഭിച്ചിരുന്നുവെങ്കിൽ അത് ഇനി ലഭിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് അത്ര വലിയ ഗൗരവതരമായ ഒരു സാങ്ഷനായി അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമായി വലിയൊരു ദൗർലഭ്യമായി ഒന്നും പാകിസ്ഥാന് തോന്നാൻ ഇടയുമില്ല എന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാര്യവുമില്ലാത്ത കാര്യമാണ് വാർത്തയായി മാറിയത് എന്ന് പറയേണ്ടി വരികയും ചെയ്യും. ഇന്ന് പത്രലോകം തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നമുക്ക് കാണാം. അതും പാകിസ്ഥാനുമായി ബന്ധിപ്പിച്ച വാർത്ത തന്നെയാണ്. കേരള കൗമുദി ആകട്ടെ ആ വാർത്തയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അത് ലീഡ് വാർത്തയാക്കുകയും ചെയ്തിരിക്കുന്നു. ആ വാർത്ത ഇങ്ങനെയാണ്: പുൽവാമ ഭീകരാക്രമണം കണ്ണുതുറപ്പിച്ചു. കാശ്മീരിൽ 8 ലക്ഷം അർദ്ധസൈനികർക്ക് ഇനി പറക്കാം. ലീവിൽ വരുമ്പോൾ കാശ്മീരിൽ നിന്ന് ദില്ലി വരെ അവർക്ക് വിമാനത്തിൽ പറന്നു വരാം, ഒരു പൈസയും ചിലവില്ല. അതുപോലെ ലീവ് കഴിഞ്ഞ് തിരിച്ച് ചെല്ലുമ്പോൾ അവർക്ക് അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് ദില്ലിയിലെത്തിക്കഴിഞ്ഞാൽ ദില്ലി മുതൽ കാശ്മീർ വരെ പറന്നു വരാം, അതിനും ചിലവില്ല. ഇതൊരു പുതിയ സംവിധാനമാണ്. ആ സംവിധാനത്തിൻ്റെ വാർത്ത കേരള കൗമുദി വരുമ്പോൾ പുതിയ ഒരു സൗജന്യം സൈനികർക്ക് ലഭിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടി നാം കാണണം. അതും പുൽവാമ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംഭവിക്കുന്നതാണ്. ഇങ്ങനെയാണ് വാർത്ത: 40 CRPF ഭടന്മാരെ കൂട്ടക്കൊല ചെയ്ത പുൽവാമ ഭീകരാക്രമണത്തിൽ കണ്ണു തുറന്നതുപോലെ കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിൽ സേവനമനുഷ്ഠിക്കുന്ന കേന്ദ്ര സായുധ പോലീസ് സേനകൾക്ക് സ്വകാര്യ വിമാനങ്ങളിൽ ഉൾപ്പെടെ സൗജന്യ യാത്ര അനുവദിച്ചു. 100 കണക്കിന് മലയാളികൾ ഉൾപ്പെടെ 7.8 ലക്ഷം സേനാംഗങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും. സേനാംഗങ്ങൾക്ക് പണവും സമയവും ലാഭിക്കുന്നതിനൊപ്പം റോഡ് മാർഗം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഭീകരാക്രമണം പോലുള്ള ദുരന്തങ്ങളും ഇതോടെ ഒരു പരിധിവരെ ഒഴിവാകും. ഇത് സത്യത്തിൽ 40 സൈനികരുടെ ജീവൻ ഒറ്റയടിക്ക് പൊലിഞ്ഞുപോയ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ റോഡ് മാർഗമല്ല അവരെ മാറ്റിയിരുന്നത് എങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു എന്ന നിലയ്ക്കുള്ള വാർത്തകൾ വന്നു. സുരക്ഷാ വീഴ്ച, കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷാ വീഴ്ചയാണ് ഈ 40 മരണങ്ങൾക്ക് ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് വാർത്തകൾ വന്നപ്പോൾ സർക്കാർ പ്രതിരോധത്തിലായാൽ അത് അതിജീവിക്കാൻ പലതരം ഗിമ്മിക്കുകൾ സ്വീകരിക്കുക ഏത് സർക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അന്ന് മരിച്ചു വീണ 40 ആളുകൾക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് പ്രതിഫലമായി ഒരു വിമാന യാത്ര അനുവദിക്കുകയാണോ സർക്കാർ ചെയ്യുന്നത് എന്ന ആശങ്ക നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ആ നിലയ്ക്ക് ഇത് കാണപ്പെടുന്നുണ്ട്. ആ യാഥാർത്ഥ്യം കേരള കൗമുദി മറച്ചു വയ്ക്കുന്നുമില്ല. പാരാമിലിറ്ററിക്കാർക്കും സൈനികർക്കും ഇത് ബാധകമാണ് എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സൈനികർക്ക് മുഴുവൻ അത് ബാധകമാണ് എന്ന് പറയുമ്പോൾ അവിടെ എത്ര സൈനികരുണ്ട്? 8 ലക്ഷം സൈനികരുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് കൂടി നാം എത്തുന്നു. കാശ്മീരിൽ 8 ലക്ഷം അർദ്ധ സൈനികർക്ക് പറക്കാം. 8 ലക്ഷത്തോളം അർദ്ധ സൈനിക വിഭാഗം ഇപ്പോൾ കാശ്മീരിൽ ഉണ്ട് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ് ഈ വാർത്ത എന്ന യാഥാർത്ഥ്യം കൂടി നാം പരിശോധിക്കണം. ഇതിനു മുമ്പ് ഇത്രയും സൈനികർ അവിടെ ഉണ്ടായിരുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി കേന്ദ്ര സർക്കാർ നൽകിയിരുന്നില്ല. ഇപ്പോൾ ഉറപ്പായ ഒരു മറുപടിയായി 8 ലക്ഷത്തോളം സൈനികർ ആ ചെറിയ സംസ്ഥാനത്ത് തമ്പടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു സിവിൽ ഭരണമാണോ സൈനിക ഭരണമാണോ നടക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തെ മുൻനിർത്തി മൂക്കത്ത് നാം വിരൽ വെച്ചു പോകും. അറിയാതെ തന്നെ സർക്കാരുകൾ ചിലപ്പോൾ അവർ മറച്ചു വെച്ചിരുന്ന കള്ളങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് ഏതായാലും ആ കാര്യത്തിലെങ്കിലും അത് നന്നായിരിക്കുന്നു.
കാശ്മീരിലെ ആക്രമണത്തിൽ രാജ്യം തേങ്ങുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്യുകയായിരുന്നു? ഈ ചോദ്യം അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ചോദ്യമല്ല ഭരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഭരിക്കപ്പെടുന്നവരുടെ വികാരങ്ങളെ മുൻനിർത്തിയാണെങ്കിൽ അതൊരു നല്ല ചോദ്യമാണ്. ഒരിക്കൽ താൻ ഇടുന്ന വേഷം പിന്നെ ഒരിക്കൽ പോലും ഇടാറില്ല നരേന്ദ്രമോദി എന്ന നിലയ്ക്ക് ഒരു നിരീക്ഷണം വന്നിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ പോലും ഇട്ട് കാണാറില്ല. ആ നിലയ്ക്ക് തൻ്റെ വേഷഭൂഷാദികളിൽ തന്നെ സ്വയം അവതരിപ്പിക്കുന്നതിൽ, തന്നെ സ്വയം പ്രമോട്ട് ചെയ്യുന്നതിൽ, താനാണ് രാജ്യം എന്ന് ചിന്തിക്കുന്നതിൽ, താൻ തന്നെയാണ്, താൻ മാത്രമാണ് പാർട്ടി എന്ന നിലയ്ക്ക് അവതരിപ്പിക്കുന്നതിൽ ഒക്കെ വമ്പനാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന കാര്യത്തിൽ BJP-ക്കാർക്ക് പോലും സംശയമുണ്ടാകും എന്ന് തോന്നുന്നില്ല. ആരാണ് നേതാവ്? മോദി. ആരാണ് നേതാവ്? മോദി. ആ നിലയ്ക്ക് മോദി മാത്രം നേതാവായി തുടരുന്ന ആ പാർട്ടിയിൽ ഈ നേതാവ് ദേശഭക്തി കാണിച്ചില്ലെങ്കിൽ ആ പാർട്ടിയും സർക്കാരും ദേശഭക്തി കാണിക്കില്ല എന്ന ലളിത യുക്തികളിൽ മനുഷ്യൻ എത്തിച്ചേരും. രാജ്യം നടുങ്ങി നിന്ന ആ സമയത്ത് നരേന്ദ്രമോദി എവിടെയായിരുന്നു? അതേ സംബന്ധിച്ച വാർത്താ മാധ്യമം ആദ്യ വാർത്തയായി 1-ാം പേജിൽ തരുന്നു. രാജ്യം നടുങ്ങി നിന്നപ്പോൾ സിനിമ പിടിച്ച് മോദി. ശരിക്കും റോമാനഗരം കത്തിയെരിയുമ്പോൾ വീണ വായിക്കുകയായിരുന്നു നീറോ ചക്രവർത്തി എന്ന് പറയുന്നതിന്. രണ്ട് കാര്യങ്ങൾ, രാജ്യത്തിൻ്റെയും ഭരണാധികാരിയുടെയും പേര് മാറ്റിയാൽ കറക്റ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ആ വാർത്തയുടെ വിശദാംശങ്ങൾ, അത്രമാത്രം ഭംഗിയില്ലാത്ത ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. സിനിമാ നിർമ്മാണത്തിൽ അക്ഷോഭ്യനായി അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന മോദിയുടെ ചിത്രം മാധ്യമം തരുന്നത് കാണുക. പുൽവാമ ഭീകരാക്രമണ വാർത്ത കേട്ട് രാജ്യം നടുങ്ങി നിന്നപ്പോൾ വിവരമറിഞ്ഞിട്ടും തൻ്റെ പ്രതിച്ഛായ നിർമ്മാണം കൊഴുപ്പിക്കുന്ന ഡോക്യുമെന്ററി ഷൂട്ടിംഗ് തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് എന്ന് കോൺഗ്രസ്. നൈനിറ്റാളിന് സമീപം കോർബറ്റ് ദേശീയ പാർക്കിൽ നടന്ന ചിത്രീകരണത്തിന്റെ ഫോട്ടോയും തെളിവായി കോൺഗ്രസ് പുറത്തുവിട്ടു. ഇതേക്കുറിച്ച് പ്രധാനമന്ത്രി കാര്യാലയമോ BJP-യോ പ്രതികരിച്ചിട്ടില്ല. ആ ഫോട്ടോ ഈ വാർത്തയ്ക്കൊപ്പം തന്നെ തന്നിരിക്കുന്നു. ഇക്കഴിഞ്ഞ 14-ന് ഉച്ചതിരിഞ്ഞ് 3:10-നാണ് ഭീകരാക്രമണം നടന്നത്. ഈ സമയത്ത് ഡിസ്കവറി ചാനലിന് വേണ്ടി ഡോക്യുമെന്ററി ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ദേശഭക്തി പ്രസംഗിക്കാറുള്ള അദ്ദേഹം വിവരമറിഞ്ഞ ശേഷവും അത് തുടർന്നു. ഭക്ഷണം കഴിക്കാൻ ഇന്ത്യക്കാർക്കെല്ലാം മടുപ്പ് തോന്നിയ ഈ നേരത്ത് സർക്കാർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ചായയും സമൂസയും കഴിക്കാനും മോദിക്ക് മടി തോന്നിയില്ല എന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. നോക്കൂ, ഇത്തരം ഒരു സംഭവം നടന്നു എന്നറിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാം നിർത്തിവെച്ച് ദില്ലിയിലെത്തുക എന്നതാണ് ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് കരണീയമായ കാര്യം. തുടർന്ന് വ്യത്യസ്ത യോഗങ്ങളിൽ പങ്കെടുത്ത് രാജ്യ സംരക്ഷണ വികാരത്തിന് ഒപ്പം നിൽക്കുക, അതിൻ്റെ തനി മാതൃകയായി തീരുക. ഇതൊക്കെയായിരുന്നുവല്ലോ വേണ്ടത്. പക്ഷേ അതൊന്നുമല്ലല്ലോ ചെയ്തത്. അതിന് പകരം അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നു. സിനിമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന പരസ്യ ചിത്രം നാം ധാരാളം മറ്റു പലയിടത്തും കാണുന്ന ആ ചിത്രത്തിൽ അഭിനയിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തി നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നിർമ്മാണവുമായി ബന്ധിപ്പിച്ച് ദേശസ്നേഹത്തിന്റെ പ്രശ്നം വന്നാൽ പ്രതിച്ഛായ നിർമ്മാണം ആണ് അദ്ദേഹം തിരഞ്ഞെടുക്കുക, ദേശസ്നേഹമല്ല. ശരിക്കും പറഞ്ഞാൽ RSSO സംഘപരിവാരോ ഉണ്ടാക്കിയ രാജ്യമല്ല ഇത്. ഈ രാജ്യ നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ അവരൊക്കെ ഈ നിർമ്മാണ പ്രവർത്തനത്തിന് എതിരായി നിന്നവർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടേതല്ലാത്ത ഈ രാജ്യത്തെ അവരെന്തിനു സ്നേഹിക്കണം എന്ന യാഥാർത്ഥ്യം കൂടി നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. കോൺഗ്രസിന്റെ ഈ ഒരു പ്രചരണത്തെ BJP നേരിടുന്നത് എങ്ങനെയെന്ന് നോക്കുക. അവർക്ക് വസ്തുതകൾ പറഞ്ഞ് നേരിടാം. അതിന് പകരം എന്താ ചെയ്തത്? പ്രധാനമന്ത്രി കമാ എന്നൊരക്ഷരം മിണ്ടിയില്ല. മറിച്ച് BJP പറയുന്നത് കാണുക. അതും മാധ്യമം ഉചിത ഭംഗിയോടെ തന്നിരിക്കുന്നു. പുൽവാമ ഭീകരാക്രമണത്തിൽ മോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയ കോൺഗ്രസിനെതിരെ BJP ഭീകരാക്രമണത്തിന് ശേഷം സർക്കാരിനും സൈന്യത്തിനുമൊപ്പം നിൽക്കേണ്ട പ്രതിപക്ഷ പാർട്ടി അവരുടെ തനിനിറം പുറത്തു കാണിച്ചു എന്ന് BJP ആരോപിച്ചു. അതാണ് പറഞ്ഞത്. കോൺഗ്രസ് അതിൻ്റെ തനിനിറം കാണിച്ചു. നോക്കൂ, 2008 ബോംബെ ഭീകരവാദാക്രമണം കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ് അവരുടെ ഈ
ആ നിലയ്ക്കുള്ള രാജ്യ സ്നേഹത്തെ കാണിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രിയെ മാറ്റുകയാണ് ചെയ്തത്. അടിയന്തര നടപടി വരികയുണ്ടായി. അതൊക്കെ ചെയ്ത കോൺഗ്രസ് ആണ്, നമുക്കറിയാവുന്ന കോൺഗ്രസ്. അങ്ങനെ വരുമ്പം ആ കോൺഗ്രസിനെതിരെ ഒന്നും പറയാനില്ലാത്ത, ഈ കാര്യത്തിൽ ഒന്നും പറയാനില്ലാത്ത BJP ചെയ്തത്, ഭീകരാക്രമണത്തിന് ശേഷം സർക്കാരിനും സൈന്യത്തിനൊപ്പം നിൽക്കേണ്ട പ്രതിപക്ഷ പാർട്ടി അവരുടെ തനി നിറം കാണിച്ചു എന്ന് പറഞ്ഞ് തടി കഴിച്ചിലാക്കുകയാണ് ചെയ്തത്. അതാണ് ഏറ്റവും അപഹാസ്യമായി തീരുന്നത്. പുൽവാമയുമായി ബന്ധിപ്പിച്ച് ഇന്ന് ലഭിക്കുന്ന മറ്റൊരു വാർത്ത, കാശ്മീരി വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള അക്രമം നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നു. അങ്ങനെ പുൽവാമ സംഭവവും അനുബന്ധ സംഭവങ്ങളും സുപ്രീം കോടതിയിൽ എത്തുന്നു എന്നാണ് വാർത്ത. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ കാശ്മീരി വിദ്യാർത്ഥികൾക്ക് നേരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കാശ്മീരി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അക്രമങ്ങളിൽ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയിലാണ് സുപ്രീം കോടതി ഇന്ന് വാദം കേൾക്കുക. ആ നിലയ്ക്ക് ആ സംഭവഗതികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തിയിരിക്കുന്നു എന്നും നമുക്ക് ഈ വാർത്തയിൽ നിന്ന് വായിച്ചെടുക്കാം. മാതൃഭൂമി 1-ാം പേജിൽ ഇന്ന് തരുന്ന വാർത്ത, പാകിസ്ഥാനിൽ ജമായത്തെ ഉദ്ദാവ അതിന് നിരോധനം ഏർപ്പെടുത്തി. ആ സംഘമാണ് 2008 ബോംബെ ഭീകരവാദ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത്. ആ സംഘടനയെ പാകിസ്ഥാൻ നിരോധിച്ചിരിക്കുന്നു. പാകിസ്ഥാനിൽ ജമായത്ത് ഉദ്ദവയ്ക്ക് നിരോധനം. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയ്യിദ് നേതൃത്വം നൽകുന്ന ജമായത്തെ ഉദ്ദവ സംഘടനയുടെ ജീവകാരുണ്യ വിഭാഗമായ ഫലാഹ ഇൻസാനിയാത്ത് ഫൗണ്ടേഷനും നിരോധിച്ചിട്ടുണ്ട്. ആ ഫൗണ്ടേഷനെയും നിരോധിച്ചു, ജമായത്ത് ഉദ്ദവയെയും നിരോധിച്ചു. അങ്ങനെ പാകിസ്ഥാനും ഇന്ത്യയും പുൽവാമയും ഒക്കെയായി ബന്ധിപ്പിച്ച വാർത്തകൾ ഇങ്ങനെയൊക്കെയാണ് ഇന്ന് പത്രങ്ങൾ തന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, PF പലിശ 0.10% കൂട്ടി കേന്ദ്ര സർക്കാർ. PF പലിശ 8.65% മാതൃഭൂമിയുടെ 1-ാം പുറം വാർത്തയാണ്. പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപത്തിനുള്ള പലിശ നിലവിലെ 8.55% നിന്ന് 8.65% വളരെ നേരിയ വർധനവ്. പക്ഷേ മറ്റൊരാവശ്യമുണ്ടായിരുന്നു. ഈ നിലയ്ക്ക് പലിശ വർദ്ധിപ്പിച്ച സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസിന്റെ യോഗം ചർച്ച ചെയ്യേണ്ടിയിരുന്ന മർമ്മപ്രധാനമായ കാര്യം, ഇപ്പോഴും തൊഴിലാളികൾക്ക് നൽകുന്ന പെൻഷൻ 1000 രൂപയാണ്. എത്രയോ വർഷമായി അത് 3000 രൂപയാക്കണമെന്ന് BMS BJPയുടെ തന്നെ തൊഴിലാളി സംഘടന ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് മാറ്റിയിട്ടേയില്ല. അതിന് മറ്റൊരു യോഗം കൂടാമെന്നാണ് പറയുന്നത്. അതായത് BJP സർക്കാർ പോകുന്ന പോക്കിൽ പോലും അത് അല്പം ഒന്ന് കൂട്ടിക്കൊടുക്കാൻ അവർ തീരുമാനിക്കുന്നില്ല എന്നതാണ് അവരുടെ കോർപ്പറേറ്റ് സ്നേഹം എന്നതിൻ്റെ മികച്ച തെളിവ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 11 ലക്ഷം ആദിവാസികളുടെ ഭൂമി, കാട്ടിലുള്ള ഭൂമി തിരിച്ചു പിടിക്കണം എന്ന് സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം വന്നിരുന്നു. വിധി തീർപ്പ് തന്നെയാണ്. ആ വിധി തീർപ്പ് സുപ്രീം കോടതി കൈക്കൊള്ളുമ്പോൾ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്തത്? കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തിയപ്പോൾ കേന്ദ്ര സർക്കാർ നിശബ്ദത പാലിച്ചു. കുലീനമായ നിശബ്ദത. ആ നിശബ്ദത ഇല്ലായിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ സുപ്രീം കോടതി അങ്ങനെ ഒരു നിലപാടിലേക്ക് ഏകപക്ഷീയമായി പോകുമായിരുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം സുപ്രീം കോടതി കൈക്കൊണ്ടു. ആദിവാസിയുടെ കൈവശ ഭൂമി, 11 ലക്ഷം ആൾക്കാരുടെ കൈവശ ഭൂമി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വന്നപ്പോൾ ആദിവാസി കൈവശ ഭൂമി കേരള സർക്കാർ അപ്പീൽ നൽകും സുപ്രീം കോടതി വിധിക്കെതിരെ. ദേശാഭിമാനി ആ വാർത്ത ലീഡ് വാർത്തയാക്കുമ്പോൾ ദേശാഭിമാനി മർദ്ദിതമായിരിക്കുന്ന ഒരു ജനവിഭാഗത്തോടുള്ള അതിൻ്റെ പ്രതിബദ്ധത അത് മനോഹരമായി നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. ആദിവാസി കൈവശാവകാശ ഭൂമി സർക്കാർ അപ്പീൽ നൽകും. ആദിവാസികളെ ഒഴിപ്പിക്കണമെന്ന സുപ്രീം കോടതി വിധിയെ സംസ്ഥാന സർക്കാർ നിയമപരമായി നേരിടും. അർഹരായ ഒരാളെപ്പോലും വനഭൂമിയിൽ നിന്ന് ഇറക്കിവിടില്ല. 896 ആൾക്കാരെ കേരളവും ഇറക്കിവിടേണ്ടതാണ്. അതുണ്ടാകില്ല. തലമുറകളിലായി വനത്തിൽ താമസിക്കുന്നവർക്ക് കൈവശ ഭൂമിക്ക് അവകാശ രേഖ ലഭ്യമാക്കുക എന്ന
പ്രഖ്യാപിത ലക്ഷ്യം നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. രാജ്യത്തെ 10 ലക്ഷം ആദിവാസികളെ വനത്തിൽ നിന്ന് ഒഴിപ്പിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് ആശങ്ക ഉയർന്ന സാഹചര്യത്തിൽ നിയമന നടപടികളടക്കം സ്വീകരിക്കും. അർഹരായ ഒരാളെ പോലും ഭൂമിയിൽ നിറക്കിവിടാതിരിക്കാനുള്ള സാധ്യതകളാണ് പരിശോധിക്കുന്നത്. ഇത് സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ തുടങ്ങിയവരുമായി ആലോചിച്ച് നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നിലയ്ക്ക് ആദിവാസികൾക്ക് അനുകൂലമായ ഇത് 11 ലക്ഷം പേരുടെ കാര്യമേ ഉള്ളൂ. എങ്കിലും ആ കാര്യത്തിൽ മർദ്ദിത ജനവിഭാഗത്തിനൊപ്പം ശബരിമല ഇഷ്യൂവിൽ സ്ത്രീകൾക്കൊപ്പം നിന്നതുമാതിരി ഒരു നിലപാട് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ എടുക്കുന്നു കേരള സർക്കാർ. റാഫേൽ അഴിമതി കേസിന്റെ വാർത്താ പ്രവാഹം നിലയ്ക്കുന്നില്ല. ഇന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്ത ഒരിക്കൽ അടഞ്ഞ അധ്യായമാണ് എന്ന് വിചാരിച്ച് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ തുടങ്ങിയ മോദിക്ക് നിദ്രാവിഹീനമായ രാവുകൾ സമ്മാനിക്കുന്ന വാർത്തയാണ്. എല്ലാം കഴിഞ്ഞു, സുപ്രീം കോടതി ഞങ്ങൾക്ക് വിടുതൽ ഉത്തരവ് തന്നു കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് ഈ ബഹളം വയ്ക്കുന്നത് പാർലമെന്റിൽ എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. എങ്കിൽ ഇതാ തീർന്നു എന്ന് കഴിഞ്ഞ പറന്നു തീർന്നു എന്ന് കഴിഞ്ഞ റാഫേൽ വിമാനത്തിന്റെ അഴിമതി വിമാനത്തിന്റെ പറക്കൽ വീണ്ടും സുപ്രീം കോടതിയിൽ അതിന്റെ ചിറകടി ഉയരാൻ പോകുന്നു. സിറാജ് എന്ന പത്രം 1-ാം പേജിൽ ആ വാർത്ത തരുന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. റഫേൽ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി. സിറാജിന്റെ 1-ാം പേജ് വാർത്ത. റഫേൽ യുദ്ധവിമാന ഇടപാട് കോടതി മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ തള്ളിയ ഉത്തരവ് പുനഃപരിശോധിക്കാമെന്ന് സുപ്രീം കോടതി. കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആരോപണ വിധേയരായ റാഫേൽ വിഷയവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കുമെന്ന സൂചനയും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നൽകിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. വാർത്തയുടെ രംഗത്ത് വേലിയിറക്കം സംഭവിക്കുന്ന ഒരു വാർത്തയാണ് പെരിയയിലെ ഇരട്ട കൊലപാതക വാർത്ത. 7 ദിവസമാകുമ്പോൾ വാർത്തകൾക്ക് ശക്തി കുറയും. 5 പേർ കൂടി അറസ്റ്റിൽ. കേസ് ക്രൈംബ്രാഞ്ചിന്. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 പത്രങ്ങൾക്ക് ആ വാർത്ത ഇപ്പോഴും നല്ല പഥ്യമായ വാർത്തയാണ്. 1-ാം പേജ് വാർത്തയാണ്. മനോരമയാകട്ടെ ലീഡ് വാർത്തയിൽ നിന്ന് അതിനിപ്പോഴും വിടുതൽ നൽകിയിട്ടുമില്ല. 5 പേർ കൂടി അറസ്റ്റിൽ. കേസ് ക്രൈംബ്രാഞ്ചിന്. പെരിയ ഇരട്ടക്കൊല കേസ് കൈമാറ്റം മുഖ്യമന്ത്രി ഇന്ന് കാസർഗോഡ് എത്താനിരിക്കെ ഈ സർക്കാരിന് കീഴിൽ ആരന്വേഷിച്ചാലും വിശ്വാസമില്ലെന്ന് കൊല്ലപ്പെട്ടവരുടെ കുടുംബം. പെരിയ ഇരട്ടക്കൊലപാതകം CBI അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ട് സംസ്ഥാന സർക്കാർ. കസ്റ്റഡിയിലുണ്ടായിരുന്ന കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ 5 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്ത നിമിഷങ്ങൾക്കകമാണ് കേസ് ക്രൈംബ്രാഞ്ചിനെ വിട്ട് ഉത്തരവിറങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കാസർഗോഡ് ജില്ല സന്ദർശിക്കാൻ ഇരിക്കെയാണ് പോലീസിന്റെ ഈ ദ്രുത നീക്കം. കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്നലെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. CBI അന്വേഷിക്കണമെന്ന ആവശ്യവുമായി കൃപേഷിന്റെയും ശരത്തിന്റെയും കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്ന വാർത്തകളും പുറത്തു വന്നു. ഈ സാഹചര്യത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരുടെ വീട്ടിൽ ഇന്നലെ മന്ത്രി ചന്ദ്രശേഖരനെത്തി. അത് വലിയ വാർത്തയുമായി. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീടുകൾ CPI സഭാകക്ഷി നേതാവ് കൂടിയായ മന്ത്രി ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിലും ഉണ്ടായിരുന്നു. സംഭവിക്കാൻ പാടില്ലാത്ത ധാരണ കൃത്യമാണിത്. സർക്കാർ പ്രതിനിധിയായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സ്വമേധയാ യോഗം വിളിക്കാൻ മുൻകൈയെടുക്കും. CBI അന്വേഷിക്കണമെന്ന കുടുംബങ്ങളുടെ ആവശ്യം ന്യായമാണ്. ഇത്രയും കാര്യങ്ങളാണ് ചന്ദ്രശേഖരൻ പറഞ്ഞത്. കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസുകാരുടെ വീടുകളിൽ LDF നേതാക്കളുടെ സന്ദർശനം നല്ല സന്ദേശം നൽകുമെന്ന് കരുതാൻ വയ്യ എന്ന് LDF കൺവീനർ A വിജയരാഘവൻ. മന്ത്രി ചന്ദ്രശേഖരന്റെ സന്ദർശനം നല്ല സന്ദേശമല്ലേ എന്ന ചോദ്യത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അദ്ദേഹം അങ്ങനെ ആദ്യം പറഞ്ഞു എന്നും പിന്നീട് മന്ത്രിയെത്താൻ വിമർശിച്ചെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് വിജയരാഘവൻ പിന്നീട് വിശദീകരിച്ചു. ജില്ലയിലെ മന്ത്രി എന്ന നിലയിൽ സന്ദർശിക്കാമെന്നാണ് പറഞ്ഞത്. LDF എന്ന നിലയിൽ സന്ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടില്ല എന്ന് വിജയരാഘവൻ പറഞ്ഞു. ജനപ്രതിനിധി പോയതിൽ തെറ്റില്ല കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയാണ്. കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ സ്ഥലത്തെ ജനപ്രതിനിധി സന്ദർശനം നടത്തിയതിൽ തെറ്റില്ല. CPM നേതാക്കൾ പോകണമെന്നില്ല. മന്ത്രിസഭയിലെ അംഗം അവിടെ സന്ദർശിച്ചാൽ മതിയല്ലോ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. നമുക്ക് കണ്ണൂർ ജില്ലയിലെ മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ RSS CPM പ്രദേശങ്ങളിൽ അത്തരം വീടുകളിൽ കൊലപാതകങ്ങൾ സംഭവിച്ച വീടുകളിൽ ഒന്നിച്ച് നേതാക്കൾ സന്ദർശിക്കണമെന്ന തീരുമാനം പോലും എടുത്ത
ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരം നേതാക്കളുടെ സന്ദർശനം കാര്യങ്ങൾ പരിഹാരത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ് എന്ന് മുന്നേ തെളിയിച്ചതാണ് CPM. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സന്ദർശിച്ചത് നാട്ടുകാരൻ എന്ന നിലയിലാണ്. അത് മറ്റൊരു തരത്തിൽ കാണേണ്ടതില്ല എന്ന് കാനം രാജേന്ദ്രൻ അതേ സംബന്ധിച്ച് പ്രതിവചിക്കുകയും ചെയ്തിരിക്കുന്നു. NSS CPM വാഗ്വാദം മംഗളം 1-ാം പേജിൽ തരുന്നു. ശബരിമല കോടിയേരിയുടെ ക്ഷണം തള്ളി NSS. ശബരിമല വിഷയത്തിൽ ചർച്ചയ്ക്ക് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ക്ഷണം തള്ളി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസവും സംരക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും കോടിയേരിയോടും ഫോണിൽ പലതവണ ആവശ്യപ്പെട്ടിരുന്നതായി സുകുമാരൻ നായർ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ അനുകൂല പ്രതികരണമല്ല ഉണ്ടായത്. പിന്നീട് ഈ കാര്യത്തിൽ ചർച്ചയ്ക്കോ കൂടിക്കാഴ്ചയ്ക്കോ NSS ശ്രമിച്ചിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഒരു സർക്കാരിനെ എങ്ങനെയാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നടപ്പാക്കാതിരിക്കാൻ കഴിയുക എന്നൊന്നും ആലോചിക്കേണ്ട ഉത്തരവാദിത്വം സുകുമാരൻ നായർക്കില്ല. നന്നേ ചെറിയ ആളാണ് അദ്ദേഹം. കാരണം അദ്ദേഹം സർക്കാരിന്റെ ആ കാര്യത്തിലുള്ള അനിവാര്യത ബോധ്യപ്പെടുന്നതിൽ പരാജയപ്പെടുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ചർച്ചയ്ക്ക് സന്നദ്ധത ദൗർബല്യമായി കരുതരുത് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രതിവചിച്ച കാര്യവും ഈ വാർത്തയ്ക്കൊപ്പം തന്നെ നമുക്ക് തരുന്നു. ആ പത്രം, മംഗളമെന്ന പത്രം. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ. വനാവകാശ നിയമം ഓർഡിനൻസ് ഇറക്കണം. വനാവകാശ നിയമത്തെ മുൻനിർത്തി ദേശാഭിമാനി എഴുതിയിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ അവഗണനയ്ക്ക് വിധേയമായ ജനവിഭാഗമാണ് ആദിവാസികളും ഗോത്രജനതയും. സ്വാതന്ത്ര്യം നേടി 71 വർഷം പിന്നിട്ടിട്ടും ഇവരുടെ സ്ഥിതി ശോചനീയമായി തുടരുകയാണ്. അതിനൊരു മാറ്റം വരുത്തുക ലക്ഷ്യമാക്കിയായിരുന്നു 1-ാം UPA സർക്കാർ 2005-ൽ വനാവകാശ നിയമം കൊണ്ടുവന്നത്. ഇടതുപക്ഷ പാർട്ടികളുടെ കടുത്ത സമ്മർദ്ദത്തിന്റെ ഫലമായാണ് തൊഴിലുറപ്പ് പദ്ധതിയോടൊപ്പം വനാവകാശ നിയമവും പാർലമെന്റ് പാസാക്കിയത്. എന്നാൽ ബ്യൂറോക്രസിയും വന്യജീവി സംരക്ഷണ സംഘടനകളും മറ്റും തുടക്കം മുതൽ തന്നെ ഇതിനെതിരായിരുന്നു. വനനശീകരണത്തിനും വന്യജീവികളുടെ ജീവനാശത്തിനും ഇത് കാരണമാകുമെന്നായിരുന്നു അവരുടെ വാദം. വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആദിവാസികളും ഗോത്രജനതയുമാണ് വനത്തിന്റെ യഥാർത്ഥ സംരക്ഷകരെന്ന വസ്തുത കണക്കിലെടുക്കാൻ ഇവർ കൂട്ടാക്കിയിരുന്നില്ല. വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നതിനും വനഭൂമി കോർപ്പറേറ്റുകൾക്ക് പതിച്ചു നൽകുന്നതിനും ആദിവാസികൾ വനത്തിൽ താമസിക്കുന്നത് തടസ്സമാകും എന്ന യാഥാർത്ഥ്യമാണ് ഇതിലൂടെയൊക്കെ കോടതി വിധിയിലടക്കം തെളിവായി കാണുന്നത് എന്ന യാഥാർത്ഥ്യം ദേശാഭിമാനി നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. കേരള സർക്കാർ 1000 ദിനങ്ങൾ പിന്നിടുന്നു. അതിൻ്റെ ആഘോഷവും നടക്കുന്നു. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം. ആഘോഷങ്ങളുടെ ഭാഗമായി അവിടെ അരങ്ങേറിയ കാശ്മീർ നൃത്ത ദൃശ്യം ഇന്ന് മാതൃഭൂമി നഗരംപുറം നമുക്ക് തരുന്നു. ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കാൻ. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.